വീണ്ടും വാർത്തകളിലേക്ക്. പ്രവാസിയായിരിക്കെ മരണമടഞ്ഞ എടത്തിരുത്തി പല്ല സ്വദേശി ശാന്തിപുരത്ത് ഇസ്മായിലിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. കുവൈറ്റിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ കലയുടെ നേതൃത്വത്തിലാണ് 1 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബുവിൽ നിന്ന് ഇസ്മായിലിന്റെ സഹോദരൻ SI യൂസഫ് അലി തുക ഏറ്റുവാങ്ങി. CPM ലോക്കൽ സെക്രട്ടറി AV സതീഷ്, കലയുടെ പ്രവർത്തകരായ മുകേഷ് കാരയിൽ, PS ശ്രീജിത്ത്, ത്രിബക് സുരേഷ്, ബൈന പ്രദീപ്, നവമി പ്രസാദ്, PH ബാബു, ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം എഡ്യൂക്കേഷന് കീഴിലുള്ള നെസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ നെസ്റ്റോറിക്ക ശ്രദ്ധേയമായി. KA മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബുസ്താനുൽ അഡ്മിനിസ്ട്രേറ്റർ അഫ്സൽ, സെക്രട്ടറി PK മുഹമ്മദ്, നെസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ താഹിർ ഹസനി, നെസ്റ്റ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ PA അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ വൈവിധ്യമായ പ്രദർശനങ്ങൾ കാണുവാൻ കുട്ടികളോടൊപ്പം രക്ഷിതാക്കൾ, വിജയഭാരതി സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹിഫ്ലു സ്കൂൾ വിദ്യാർത്ഥികൾ, അറബി കോളേജ് വിദ്യാർത്ഥികൾ, സമീപവാസികൾ എന്നിവർ എത്തിച്ചേർന്നു. കയ്പമംഗലം വിജയഭാരതി LP സ്കൂളിൽ അറബിക് ദിനാചരണവും എക്സിബിഷനും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അറബിക് ദിനാഘോഷം അല്ലേ, നമ്മുടെ അറബി വളരെ പ്രാചീന കാലം മുതലേ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഷയാണ്. അന്ന് വ്യവസായവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദർശിക്കുമ്പോൾ അറബി അങ്ങനെ വന്നു. മതപരമായ ഒരു വലിയൊരു പ്രാധാന്യം അറബിക് ഭാഷയ്ക്കുണ്ട് അല്ലേ. മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് എല്ലാ ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭാഷയിലാണ്. ഇന്നും അതിൻ്റെ പ്രസക്തി നാളിതുവരെയും ചോർന്നു പോകാതെ തന്നെ നല്ല രീതിയിൽ നിലനിൽക്കുന്നു. ഇന്നോ ഈ മതപരമായ ഒരു പ്രാധാന്യം എന്നതിലുപരി അതെന്തായി അല്ലേ, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ജോലി അന്വേഷിച്ച് പോകുന്ന ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അപ്പോൾ മലയാളികൾ എന്നും മതമേതായാലും മലയാളികൾ അറബി ഭാഷയോട് എന്നും കൂറുപുലർത്തി എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. KAMA സംസ്ഥാന പ്രസിഡന്റ് MA ജാഫർ മുഖ്യാതിഥിയായി. നിങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ എത്ര ആള് അതിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എക്സിബിഷനിൽ സാധനങ്ങൾ ഉണ്ടാക്കിയ കുട്ടികൾ മാത്രം കൈവയ്ക്കുക. നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതാ ആണോ? ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? ടീച്ചറോ? ഉമ്മ? എന്തായാലും മാഷ് കണ്ടിട്ടില്ല. നിങ്ങൾ തയ്യാറാക്കിയ എക്സിബിഷൻ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കാണാൻ പോവാൻ.
നമുക്ക് കാണണം. ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോട്ടെ നമുക്ക്. അപ്പൊ നമുക്ക് ഈ പരിപാടി വേഗം അവസാനിപ്പിക്കണം. പ്രധാന അധ്യാപിക പി ഷീന, ബുസ്താൻ സെക്രട്ടറി പി കെ മുഹമ്മദ്, മാനേജ്മെന്റ് പ്രതിനിധി അഫ്സൽ, PTA പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, റബിയുള്ള എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ നടുറോഡിൽ ചരക്ക് ലോറി തകരാറിലായി, നഗരം ഗതാഗതക്കുരുക്കിൽ. മരത്തടി കയറ്റുവന്ന ലോറിയാണ് ഇന്ന് രാവിലെ നഗരസഭാ ഓഫീസിന് സമീപം തകരാറിലായത്. ലോറി നടുറോഡിൽ കുടുങ്ങിയതിനെ തുടർന്ന് നഗരത്തിൽ ഗതാഗതം താറുമാറായി. പ്രധാന കവലകളിൽ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിച്ചുവെങ്കിലും ഉൾപ്രദേശങ്ങളിൽ പോലും വാഹനത്തിരക്ക് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത നവീകരണം നടക്കുന്നതുമൂലം ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ സാധാരണയിൽ കവിഞ്ഞ വാഹനത്തിരക്കുണ്ട്. ശബരിമല തീർത്ഥാടന കാലമായതോടെ വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് വാക്കേരിയിൽ ഭീതി വിതച്ച കടുവയെ തൃശൂർ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റി. ചാരായം നിർമ്മിക്കാനായി സൂക്ഷിച്ച വാഷും കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ദേശീയപാത തൃശൂർ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ മിനി ലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.